ടാക്സ് ഘടനയിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു. വിദഗ്ധമായൊരു കള്ളം പറഞ്ഞുകൊണ്ടുള്ളൊരു ചോദ്യമായിരുന്നു. തോമസ് ഐസക്കിനെ ഉന്നയിച്ചാണ് ചോദിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഈ ജോണി വാക്കറും ശിവാശ്രീകളും ഒക്കെ കേരളത്തിൽ വിൽക്കാൻ അനുമതി നൽകുമ്പോൾ 78% കുറച്ചില്ലേ ടാക്സ് എന്നാണ് ചോദിച്ചത്. 78% കുറച്ചില്ലേ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ, വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് അങ്ങനെയുണ്ട്. വിദേശ നിർമ്മിത വിദേശ മദ്യവും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമുണ്ട്. അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് 78% നികുതി കുറച്ചു എന്നുള്ളൊരു ആരോപണം വി.ഡി. സതീശൻ ഉന്നയിച്ചിരുന്നു. പച്ച കള്ളമായിരുന്നു. കാരണം എന്താ, ആ 78% തൊട്ട് താഴെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എത്രയാണ് കസ്റ്റംസ് ഡ്യൂട്ടി? 180%. 180% പ്ലസ് 78% ആകുമ്പോൾ എത്രയായി? 228%. നിങ്ങൾ ആലോചിക്കണം, 280% ആയിരുന്നു ആ സമയത്ത് ഇപ്പോഴും നമ്മുടെ ഡ്യൂട്ടി അങ്ങനെയാണ്. അപ്പോൾ 150 കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ ഉണ്ടെങ്കിൽ ഫോറിൻ ലിക്കറിന് എത്രയായിത്തീരും? 150 പ്ലസ് 250 ആവും, 400% ആകും. അങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അത് 78% കൂടാതെ ആ 78%-നോടൊപ്പം തന്നെ ഇറക്കുമതി തീരുവയും കൂടെ കൂട്ടിയാണ് അത് 251 അടുത്തേക്ക് കൊണ്ടുവന്നത്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ്, നോക്കൂ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 78% ആക്കിയില്ലേ എന്നുള്ളത്. സൗകര്യപൂർവ്വം കസ്റ്റംസ് ഡ്യൂട്ടി അങ്ങ് മറച്ചു വെച്ചു, ഇറക്കുമതി ഡ്യൂട്ടി അങ്ങ് മറച്ചു വെച്ചു. നോക്കൂ, ഇന്നും നിങ്ങൾ ഏത് മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്തു നോക്കിയാലും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് വിദേശ മദ്യത്തേക്കാൾ നികുതി കുറവാണ്. അതാണ് ഘടന, അതാണ് ആശ്രയം. അവിടെ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയില്ല. അപ്പോൾ ഇത് കള്ളം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ വാദം എത്ര ദുർബലമാണ് എന്നത് വി.ഡി. സതീശൻ അറിയാവുന്നത് കൊണ്ടാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഇടത് സർക്കാർ കൊണ്ടുവന്ന നയമല്ലേ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളതാണ്. വീര്യം കുറഞ്ഞ മദ്യം ഇടത് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇടത് സർക്കാർ അങ്ങനെ ഒരു നയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നയത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു പഠനം നടത്തിയിരുന്നു, ഒരു കമ്മീഷനെ വെച്ചിരുന്നു. ആ കമ്മീഷനെ വെച്ച് 4 പേരറിയെ വിളിച്ചുണർത്തി, പകൽ വെളിച്ചത്തിൽ, രാത്രിയിലല്ല, അത് 2 മണിക്കൂർ 57 മിനിറ്റ് എടുത്തുകൊണ്ടല്ല, ആഴ്ചകൾ മാസങ്ങൾ നടത്തിയ പഠനത്തിന് ശേഷം ഉദയഭാനു കമ്മീഷൻ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് പഴങ്ങളിൽ നിന്ന് ധാന്യമൊഴികെയുള്ള ഫലങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാമെന്നും 20% വരെ ആൽക്കഹോൾ ബൈ വോളിയമുള്ള മദ്യം കൊടുക്കാമെന്നുമുള്ള ഒരു നയം ഇടത് സർക്കാരിനുണ്ട്. ഒരു സംശയമില്ല, ഇടത് സർക്കാരിൻ്റെ നയം അതായിരുന്നു. പക്ഷേ നടപ്പാക്കാതിരുന്ന കാരണം എന്താ? 1, ശക്തമായ പ്രതിഷേധം വന്നു. 2, അതിനുശേഷം മദ്യം വ്യാപകമാകുമോ എന്നൊരു ഭയം വന്നു. ഇതിന് നികുതി ഘടന സർക്കാർ നിർദ്ദേശിച്ചില്ല. നികുതി ഘടന നിർദ്ദേശിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? നികുതി ഘടന നിർദ്ദേശിച്ചില്ലെങ്കിൽ നയം നിങ്ങളുടെ ചട്ടത്തിലുണ്ടെങ്കിൽ പോലും ആ മദ്യം നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റില്ല. ആരനുമതി കൊടുക്കണം? ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കണമെങ്കിൽ GST കമ്മീഷണർ അനുവാദം കൊടുക്കണം.